ശ്രീ വിനു കിരിയത്ത്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടുണർന്നത്. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ആലപ്പുഴ ജിംഖാന നിറഞ്ഞോടുന്ന സിനിമയാണ്. ആലപ്പുഴ ജിംഖാനയുടെ സംവിധായകനാണ്. അതുപോലെ അഷ്റഫ് ഹംസ ഒട്ടനവധി നല്ല സിനിമകൾ ചെയ്ത് മലയാളികൾക്ക് സുപരിചിതരായ രണ്ട് സംവിധായകരാണ് ഇന്ന് ലഹരി കേസിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമ്മോട് സംസാരിച്ച റിട്ടയർഡ് SP KM ആന്റണി സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരാൾ കൺസ്യൂം ചെയ്യുന്നത് എന്താണോ, ഒരാളുടെ സ്വഭാവം എന്താണോ, അത് വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തികളിലും പ്രകടമാകുമെന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സിനിമാ ലോകത്ത്, മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് സംവിധായകർ ലഹരി മരുന്നുമായി അറസ്റ്റിലാവുകയാണ്. ചെറിയ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് മാത്രം പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇത് വിരൽ ചൂണ്ടുന്നത് മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ആ വലിയ ലഹരി മാഫിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക്? ഷൈൻ ടോം ചാക്കോ വളരെ നേരത്തെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് തന്നെ സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ അത് ആരൊക്കെയാണ് എന്ന് ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ച് സംഘടനകൾ അത്രയും പേരുടെ ലിസ്റ്റ് എടുക്കണമായിരുന്നു. അതെടുത്തില്ല. ഇപ്പോൾ സിനിമാ മേഖലയിൽ ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ഇഷ്യൂ തുടങ്ങിയിട്ട് കുറേ നാളായി. പക്ഷേ ഇതുവരെയും എന്താണ് അതിനുള്ളൊരു ഫൈനൽ നടപടി ഇതുവരെ പ്രേക്ഷകനെ സംബന്ധിച്ചോളം അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത് സിനിമയിലുള്ളവരാണ്, ഉന്നതരാണ്, ഇവർ രക്ഷപ്പെട്ടു പോകുമെന്ന് തോന്നുമ്പോൾ സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരന് എപ്പോഴും ഒരു ലഹരി തന്നെയാണ്. അത്തരക്കാർ ഇവരുടെ ഈ ചേഷ്ടകൾ കണ്ട് അതുപോലെ അനുകരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെ കുറ്റം പറയാതെ ഈ മേഖലയിലുള്ള, കാരണം താരങ്ങളാണ്, ആ താരങ്ങളെ നമ്മളിവിടെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ഈ നിമിഷം വരെയും. ആലപ്പി കേസിൽ പോലും അന്വേഷണങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ഇവിടെ രണ്ട് പ്രശസ്തരായ സംവിധായകർ, നല്ല സംവിധായകർ, അതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നത്. അവരെൻ്റെ സഹപ്രവർത്തകരാണ്. പക്ഷേ തമാശ എന്ന സിനിമ എടുത്ത സംവിധായകൻ ഒന്നാലോചിക്കണം, സിനിമയാണ് തമാശ, ജീവിതം തമാശയായി കാണരുത്. അത് നശിച്ച് നാരായണക്കല്ലെടുക്കുക ഒരു സമൂഹം തന്നെ. നിങ്ങൾ ചെറുപ്പക്കാരാണ്, എന്തിനാണ് ഇത്തരം ഇതില്ലാതെയും സിനിമ ചെയ്യാം. എത്രയോ പ്രഗത്ഭരായ സംവിധായകർ നമുക്കുണ്ട് മലയാള സിനിമയിൽ. അവരൊക്കെ ലഹരി ഉപയോഗിക്കാതെ തന്നെ എത്രയെത്ര അവാർഡുകളും ലോകപ്രശസ്തരായ സംവിധായകർ വരെ നമുക്കില്ലേ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്വയം ആരോഗ്യം നശിച്ചുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറണം. നിങ്ങൾ വിചാരിച്ചാൽ നടക്കും, നടക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോകണം എന്നുള്ളവർ അങ്ങനെ പോവാം. അല്ലാത്തവർ, നിങ്ങളുടെയൊക്കെ സിനിമകളിൽ എങ്ങനെ സ്ത്രീകൾ ധൈര്യമായിട്ട് അഭിനയിക്കും? ഇത് തന്നെയല്ലേ വിൻസി ചോദിച്ചതും? ഇല്ല, ഇപ്പൊ നിങ്ങൾ രണ്ടിലും ലഹരി ഉപയോഗിക്കുന്നവരാണെന്ന് അറിയുമ്പോൾ എന്ത് ധൈര്യത്തിൽ ഇനി നിർമ്മാതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വരും? എന്തിനാണ് ഇങ്ങനെ സ്വയം നശിക്കുന്നത് സഹോദരന്മാരെ? ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പേരുടെ ചോറാണ്. പിന്നെ സസ്പെൻഷൻ എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എത്ര നാളത്തേക്ക്? അടുത്ത സിനിമ തുടങ്ങുന്നവരെയോ? ഒരു പീരീഡ് പറയണം. എന്താണോ മേക്കപ്പ് മാന് കൊടുത്ത ശിക്ഷ അത് തന്നെയായിരിക്കണം സംവിധായകർക്കും, അത് തന്നെയായിരിക്കണം നടനും. അവിടെ പ്രിവിലേജ് പാടില്ല. നടന്മാർക്ക് കൂടി ഒരു പ്രിവിലേജ്, മറ്റുള്ളവർക്ക് അത് പാടില്ല. എല്ലാവർക്കും ഒരേ ശിക്ഷയാവണം. അതാണ് സിനിമ. ആ മേക്കപ്പ് മാനെ എങ്ങനെ ശിക്ഷിച്ചോ അതേ ശിക്ഷ തന്നെ ഇവർക്കും കൊടുക്കണം. അത് തന്നെയാണ് മറ്റുള്ളവർക്കും കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാ സംഘടനകളും ഒരുമിച്ച് ഡിസിഷൻ എടുക്കുക. ഇല്ലെങ്കിൽ പിന്നെ സംഘടനകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടു, അതുണ്ടാവണ്ട. അത് സിനിമയ്ക്ക് നാണക്കേടാണ്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്ന് ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ അത് സിനിമയ്ക്ക് നാണക്കേടെന്നുള്ളതിലുപരി യുവത്വം നഷ്ടപ്പെടുന്നു. സിനിമയിലെ യുവത്വം നഷ്ടപ്പെട്ടാൽ അറിയാലോ, നമ്മുടെ നാട് തന്നെ നശിക്കപ്പെടും. അതുണ്ടാവരുത്. സ്കൂൾ കുട്ടികൾ വരെ ഇന്ന് ലഹരിക്ക് അടിമയാവുന്നു. നമ്മൾ സിനിമകളിൽ പോലും ഇത്തരം രംഗങ്ങൾ വളരെയധികം ഇനി കുറയ്ക്കണം. മദ്യപാനവും മദ്യപിച്ചിട്ടൊക്കെ പണ്ടും സിനിമയിലൊക്കെ പലരും അഭിനയിക്കാൻ, ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്ത് അങ്ങനെ അധികം ആരെ മദ്യപിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ലഹരി ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് ഒന്ന് ടയർഡാകുമ്പോൾ മുറിയിൽ വന്ന് ഒരു ബിയറും ഇതൊക്കെ അടിക്കുന്നവരൊക്കെ ഞാനൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരാരും മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നില്ല. ഇതല്ല, ലൊക്കേഷനിലാണ് ഷൈൻ ടോം ചാക്കോ ചെയ്തതെങ്കിൽ അത് ഒരുപാട് പേരുടെ ചോറിനെ നിങ്ങൾ കാരണം നഷ്ടപ്പെടുത്തുകയാണ്. നിർമ്മാതാക്കൾ തീരുമാനിക്കുക, പ്രേക്ഷകർ തീരുമാനിക്കുക ഇത്തരക്കാരുടെ സിനിമ കാണണോ വേണ്ടയോ എന്ന്. പോലീസ് അതുപോലെ ഉചിതമായ തീരുമാനമെടുക്കണം. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ പണ്ടൊക്കെ 2-3 പേര് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലെയല്ല. ഇന്ന് 3 ലക്ഷം 4 ലക്ഷം പേര് തന്നെ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം, കുട്ടികൾ ഉൾപ്പെടെ. അതുകൊണ്ട് നിയമങ്ങൾ പൊളിച്ചെഴുതണം. ഈ 1 ഗ്രാം പിടിച്ചു കഴിഞ്ഞാൽ നിനക്ക് ജാമ്യം, 50 ഗ്രാമാണ്. അതൊക്കെ മാറിയിട്ട് ലഹരി അത് 1 തുള്ളി ആയാലും അത് പിടിക്കാത്ത പക്ഷം, ജാമ്യം കൊടുക്കുന്ന പക്ഷം, അപ്പോൾ 1 ഗ്രാമൊക്കെ ഉപയോഗിക്കുക, അല്ല പിടിക്കുക എന്ന് സ്കൂൾ കുട്ടികൾ ചിന്തിക്കുന്നു. അവരുടെ സ്കൂൾ ബാഗിൽ ഇത് കാണുന്നു.
അത് മാറണം. ലഹരി ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും തടയപ്പെടുന്നതും അതോടൊപ്പം ഇതിൻ്റെ കണ്ണികളെ മൊത്തം കണ്ടെത്തണം. നിങ്ങൾക്കിത് ആരാണ് തന്നത്? അത് എത്ര ഉന്നതനായാലും അവർ ശിക്ഷിക്കപ്പെടണം. അവിടെ സിനിമാക്കാരനെന്നോ സാധാരണക്കാരനോ എന്നോ വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഉചിതമായ തീരുമാനം സംഘടനകൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു.